ഹേയ് ഗായ്സ്, അപ്പോൾ തന്നെ രാവിലെ തന്നെ നമ്മൾ സൈറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ സൈറ്റിലേക്ക് പോകുന്നിടയ്ക്ക് നമ്മുടെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈറ്റിലെത്തിയത്. അപ്പോൾ സൈറ്റിലെത്തിയപ്പോഴാണ് നമ്മൾ സാറിൻ്റെ വായിലിരിക്കണമൊക്കെ കേട്ടത്. അപ്പം എന്തിനാണ് നീ ലേറ്റായിട്ട് ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ഇവിടെ ചൂടാകുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നാളെ മുതൽ ഞാൻ വരുന്നില്ല പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ എന്നിട്ട് പിന്നെ അയാൾ അതേപോലെ തുടങ്ങി. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ഗൈസ്. അല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഇനി എന്ത് പണിയെടുക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒഗിയിൽ കണ്ട പോലെ നമ്മുടെ വീട് നമ്മൾ ഹൈഡ്രജൻ ബലൂൺ വെച്ച് പറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊരു സംഭവം നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാണ് TNT ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഫ്ലൈയിങ് ഹൗസിൻ്റെ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫോർ സെയിലിൽ കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നത് 10 കോടിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് 10 കോടിയെന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഈ സൈറ്റും അതേപോലെ തന്നെ ഈ ഗ്രൗണ്ടൊക്കെ പാടെയാണ് 10 കോടി. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് പോകണില്ല ഗൈസ്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് നമുക്കൊരു 4 TNT ഓർഡർ ചെയ്യാണ്ട്. നമ്മളെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് TNT പറ്റത്തില്ല, അതിന് പവർ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഒരു പവർഫുള്ളായിട്ടുള്ള 4 TNT ഓർഡർ ചെയ്യണം ഗൈസ്. നമ്മളെ ഓർഡറിങ് അങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ TNT ബോക്സ്. ഇത് നമ്മുടെ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്, കൊറിയർ ഓഫീസിലാണ്. അപ്പോൾ കൊറിയർ ഓഫീസ് പറഞ്ഞിട്ട് നമ്മളെ എയർപോർട്ടിലാട്ടോ സാധനം എത്തിയത്. അപ്പോൾ എന്തായാലും അത് അവിടെ പോയിട്ട് പിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഷോറൂമിൽ പോയിട്ടൊരു സെറ്റ് വണ്ടി നോക്കാണ്ട്. വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹൗസ് അതിൽ വെച്ചിട്ടാണ് നമ്മളെ യാത്ര. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈവറായിട്ട് ആരുമില്ല, ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ഓടിക്കുക. പക്ഷെ അത് വേണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ സോംബിനെ കൂട്ടാം. ഈ ഹമ്മർ വേണ്ട. ഹമ്മറിൽ നമ്മൾ ജയൻ്റ് ആക്കുമ്പോൾ ഹമ്മറിനെ ജയൻ്റ് ആക്കണം, എന്തായാലും ജയൻ്റ് ആക്കണം. അപ്പോൾ ഹമ്മറിനെ ജയൻ്റ് ആക്കിയാൽ നടക്കത്തില്ല. JCB നടക്കത്തില്ല, അതേപോലെ തന്നെ താറും ബസ്സൊന്നും നടക്കത്തില്ല കേട്ടോ ഗൈസ്. അപ്പുറത്തൊരു ട്രാക്ടർ കിടക്കുന്നുണ്ട്, അത് നടക്കുമോ എന്നൊന്ന് നോക്കട്ടെ. പിന്നെ നമുക്ക് കെട്ടി വലിക്കേണ്ടി വരും, ട്രോളിയിലാക്കിയിട്ട് കെട്ടി വലിക്കേണ്ടി വരും. ട്രോളിയല്ല, ഒരു 4 ടയർ വെച്ചിട്ട് നമ്മൾ കെട്ടി വലിക്കേണ്ടി വരും. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു ട്രാക്ടറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ കാണുന്ന 6 കളറിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഏതാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടാസ്ക് നമ്പർ 2 ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 ഫോട്ടോയിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് റൊണാൾഡോനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ജയൻ്റ് സർക്കിളാണ്. അപ്പോൾ അത് നമ്മുടെ കൂട്ടുകാരൻ സോംബിയെന്നെ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെയും വെച്ചിട്ട് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. അവനക്കൊന്നും മനസ്സിലാകുന്നില്ല, അവൻ അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ ഗൈസ്, അവൻ ഇരിക്കുന്നുണ്ടോ? അവനെന്തോ മാത്സ് ക്വസ്റ്റ്യൻസൊക്കെ ആലോചിക്കുന്ന പോലെ ഒരൊറ്റ ഇരിപ്പാണ്. അപ്പോൾ ചായ കൊടുന്നെടുത്തപ്പോൾ അവൻ കുറച്ച് എനർജി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബോർഡിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവന് മനസ്സിലായെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇവൻ്റെ ആക്ഷൻ കണ്ടിട്ട് മനസ്സിലായ പോലെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കെന്തായാലും നമ്മളെ TNT ഓണാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ മതിൽ ഭാഗം പൊളിക്കാം. അതാണ് ഇനി നമ്മുടെ മെയിൻ പണി. അപ്പോൾ എന്തായാലും വീട് പറക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ TNTയുടെ മെയിൻ ഉദ്ദേശം ഇതായിരുന്നു, വീട് പൊളിയാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഇവിടെ 2 അതേപോലെ തന്നെ ഈ സൈഡിൽ 2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത്. ഇതൊക്കെ റിമോട്ട് കൺട്രോളാണ്. ഓ ഗൈസ്, മൂഞ്ചി ഗൈസ്, നമ്മൾ മതിലുമ്മ വെക്കേണ്ടിയിരുന്നു. ദാഹം മൂഞ്ചി ഗൈസ്. നമ്മളെ 4 TNT വേസ്റ്റായി ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഇനി ഒക്കെ അടിച്ച് പൊളിക്കണം ഗൈസ്, അല്ലാതെ വേറൊന്നും നടക്കത്തില്ല നമ്മുടെ കൊണ്ട്. അപ്പോൾ അടിച്ച് പൊളിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രാക്ടറുണ്ട്, നമ്മളെ സോംബിയാണ്. ആ മാജിക് സർക്കിളിൻ്റെ അകത്ത് കയറുകയാണ്. ഓക്കേ, ഇതാണ്ട് ഇത്രയും. ഉയ്യോ ഗൈസ്, ഇത് നമ്മുടെ വീടിൻ്റെ ഇത് നമ്മളെ വീടിനെ വലിച്ചു കൊണ്ടുപോകാൻ പാകമാണ്. അപ്പോൾ ഇതൊക്കെ മതി ഗൈസ്. അപ്പോൾ നമ്മുടെ വീടൊരു ട്രോളിയിലാക്കിയിട്ടുണ്ട്. ട്രോളിയല്ല, ഒരു 4 ടയറുള്ള സംഭവം, അതൊക്കെ തന്നെ. അപ്പോൾ നമ്മളിനി നമ്മുടെ ട്രാക്ടറിൻ്റെ ബാക്കിൽ ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, സ്വിമ്മിംഗ് പൂളൊക്കെ നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാന ലുക്ക് കേട്ടോ. നമ്മളെ സോംബിയണ്ണനാണ് നമ്മളെ ഡ്രൈവർ. അപ്പോൾ സോംബിയണ്ണൻ എനിക്ക് ഇരിക്കട്ടെ ഇന്നത്തെ ഒരു ലൈക്ക് കേട്ടോ.
അപ്പോൾ ഗൈസ് സോംബി അണ്ണൻ ഇനി നേരെ നമ്മളെ കൊണ്ട് ബീച്ചിൻ്റെ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്, കാരണം നമ്മളെ സുനാമിയിൽ പെട്ടൊരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ട്രെയിനിൻ്റെ മുകളിൽ ഒന്നും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ട്രെയിനിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത ഔട്ട്ലുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിൻ അങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പുറത്തിരുന്നിട്ട് എനിക്കങ്ങനെ ബോറടിക്കുന്നു. ഇവിടുന്ന് താഴേക്ക് ചാടിയാൽ തീർന്നു. അപ്പോൾ ഞാൻ കുറച്ചേരം സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇവിടുന്ന് നല്ല വ്യൂ ആട്ടോ ഗൈസ്. അതിൻ്റെ മുന്നിൽ കാറുകളൊക്കെ നിൽക്കുന്നുണ്ട്. അത് ബ്ലോക്കാണോ? ഏയ് അയ്യോ, റോഡിൽ നിന്ന് മാറേ.